Hello friends, welcome to the 𝙑𝙞𝙙𝙚 channel. My name is Ajay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ആയിട്ട് ഇപ്പോൾ BSNL ഫൈബർ യൂസേഴ്സോ അല്ലെങ്കിൽ BSNL മാത്രമല്ല ഏത് ഫൈബർ ബ്രോഡ്ബാൻഡ് യൂസേഴ്സിനും മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം ഇടയ്ക്ക് ചിലപ്പോൾ സ്ലോ സ്പീഡ് അതുപോലെ രണ്ടും അപ്ലോഡ് ആയാലും ഡൗൺലോഡ് ആയാലും ഇടയ്ക്ക് നമുക്ക് ഈ പ്രോബ്ലംസ് വരാറുണ്ട്. നമ്മളിപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്ത് അവരെ വിളിച്ച് നോക്കുമ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് സ്പീഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇതിന് മെയിനായിട്ട് ആകെ ഒരു പ്രോബ്ലംസ് ആകെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാത്തൊരു പ്രോബ്ലമാണ്. എന്താ വെച്ചാൽ ഫൈബർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലൈറ്റ് വേവ്സ് പോലെയാണ് സംഭവം. ഇതിൻ്റെ ഡാറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. നമ്മുടെ നിങ്ങൾ അതിൻ്റെ വയർ കണ്ടിട്ടുണ്ടായിരിക്കും, പ്രത്യേകതരം ഒരു വയറാണ്, മഞ്ഞ കളർ വയറാണ് നമ്മുടെ ബോക്സിൽ നിന്ന് നമ്മുടെ മോഡത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സംഭവിക്കുന്നത് ശരിക്കും ആക്ച്വലി ഇതിപ്പോൾ ഒരു 99% എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ സ്പീഡ് ഇഷ്യൂ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്പീഡ് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ അപ്ലോഡ് സ്പീഡ് കുറവ് അങ്ങനെ ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്പീഡിൻ്റെ ഒരു പ്രോബ്ലംസ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് അതായത് പറയട്ടെ മുമ്പ് നമ്മുടെ ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ ഒരു ഫേസ്ബുക്കിൽ നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. രണ്ടെണ്ണത്തിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ആമസോണിൽ സ്റ്റോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആമസോണിൻ്റെ ഒരു ഇൻഫ്ലുവൻസർ സ്റ്റോർ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ ഗാഡ്ജറ്റ്സും അതുപോലെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ടോപ്പ് 5 കാറ്റഗറിയിലത്തെയും ഒരു ഗാഡ്ജറ്റ്സുകളിൽ എല്ലാത്തിനും ഒരു ടോപ്പ് 5 ആയിട്ട് നമ്മളൊരു ഹോം പേജ് പോലെ തുടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ് ആമസോണിൻ്റെ സാധനം തന്നെയാണ്. നിങ്ങൾക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. എക്സ്ട്രാ ചാർജുകൾ ഇതാണ് തന്നെ, പിന്നെ നിങ്ങളത് വാങ്ങിക്കാൻ നമ്മുടെ ചാനലൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ മെയിൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ മെയിൻ നമ്മുടെ ഇപ്പോൾ എനിക്കും ഞാൻ ആക്ച്വലി നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി 2 കൊല്ലമൊക്കെ ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ BSNL ഫൈബറിൻ്റെ FTTHൻ്റെ. അപ്പോൾ എൻ്റെ മോഡും സമയമൊക്കെ നോർമൽ നമ്മുടെ എന്താ പറയുക നെറ്റ് ലിങ്കിൻ്റെ മോഡൊക്കെയാണ്. നെറ്റ് ലിങ്കിൻ്റെ മോഡെന്ന് പറഞ്ഞാൽ ശരിക്കും നെറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ എല്ലാം റീബ്രാൻഡ് ജെനസിസ് ഇപ്പോൾ കൊടുക്കുന്നത് ജെനസിക്സിൻ്റെ മോഡൊക്കെയാണ് കേട്ടോ. ജെനസിസ് ശരിക്കും നല്ല മോഡങ്ങളാണ്, യൂറോപ്യൻ ബ്രാൻഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കാര്യം പറയാമെന്ന് ശരിക്കും നിങ്ങൾ നമ്മുടെ മോഡത്തിൽ നിന്ന് നമ്മുടെ ഈ ബോക്സിലേക്ക് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് വയറിൽ നിന്ന് നമ്മൾ മോഡത്തിലേക്ക് ഒരു ബോക്സ് ഉണ്ടാവും. ബോക്സിൽ നിന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പിന്നെ നമ്മുടെ മോഡത്തിലേക്ക് വരിക. അപ്പോൾ ഈ ബോക്സിൽ നിന്ന് നമ്മൾ മോഡത്തിലേക്ക് വരണേ നിങ്ങൾ വയർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മിക്കവാറും ഒരു യെല്ലോ കളർ വയറായിരിക്കും. അപ്പോൾ ഈ യെല്ലോ കളർ വയർ ശരിക്കും നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈബറിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ലൈറ്റിൻ്റെ മോഡലാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവം നമ്മുടെ ലൈറ്റ് എങ്ങനെയാണ് സ്ട്രെയിറ്റ് ആയാലും മാത്രമേ പോവുള്ളൂ. ശരിക്കും നമ്മളൊരു കുഴലിൽ കൂടെയൊക്കെ ലൈറ്റ് വിട്ടാൽ ശരിക്കും ഫുള്ളായിട്ട് പോവില്ല. അപ്പോൾ ഡാറ്റ എന്ന് വെച്ചാൽ ആ ലൈറ്റിൽ നിന്ന് ലീക്ക് വരുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഡാറ്റ നമ്മുടെ ഈ വയർ ചെറുതായിട്ടൊന്ന് മടങ്ങി വന്നാൽ മതി. മാക്സിമം നമുക്ക് സർക്കിളായിട്ട് ഇട്ടാൽ കുഴപ്പമില്ല, പക്ഷേ ചെറിയൊരു മടക്ക് വന്നാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ചെറുതായിട്ടൊരു മടക്ക് വന്നാൽ തന്നെ നല്ല ഒരു സ്പീഡ് ഡിഫറൻസ് സ്പീഡ് കുറവ് പ്രോബ്ലം കാണിക്കില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ബാക്ക് സൈഡ് അല്ലാതെ നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ മോസ്റ്റ്ലി ശ്രദ്ധിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഇവിടെ സ്പീഡ് ഇഷ്യൂ വന്നിട്ട് ഞാൻ ആക്ച്വലി LCUവിനൊക്കെ വിളിച്ച് വെച്ചപ്പോൾ അവരവിടെ പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മുടെ ഈ ഇങ്ങോട്ട് വരുന്ന വയറും പ്രോബ്ലം ഒന്നും ഇല്ല. പിന്നെയാണ് അവർ നമ്മളെ ഈ ബോക്സിൽ നിന്നുള്ള വയർ അവർ നോക്കിയോന്ന് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ശരിക്കും ഞാൻ അതുവരെ നോക്കിയാണെന്നില്ല, നമ്മുടെ ഈ കേബിളിൻ്റെയും വയറുടെ ഒക്കെ ബാക്കിലാണ് ഈ വയറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നോക്കിയപ്പോഴാണ് കാണുന്നത് ശരിക്കും ഒരു ബെൻഡ് വന്നൊക്കെയാണ്. ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ ഈ അളമാരി മേശയൊക്കെ നമ്മൾ തുടയ്ക്കാനും ഇതൊക്കെ മാറ്റിയിടുമ്പോൾ ശരിക്കും കുറച്ച് ടൈറ്റായിട്ട് സംഭവം വയർ ചുരുണ്ടിട്ട് ഒന്ന് മടങ്ങിയതാണ്. അതാണ് പ്രശ്നമായിരുന്നു മെയിൻ. അത് നേരെയാക്കിയതും കറക്റ്റായി ഫുൾ സ്പീഡ് ആയിന്നിട്ട് കിട്ടി തുടങ്ങി. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മോസ്റ്റ് എല്ലാവർക്കും ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ വയറുകളൊക്കെ ബാക്ക് സൈഡിലായിരിക്കും, ഒന്നും എല്ലാം ഹിഡനായിട്ട് വയ്ക്കണം, മോസ്റ്റ് എല്ലാവരും ഹിഡനായിട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതാരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇത് മെയിൻ പ്രോബ്ലമാണ്. നിങ്ങൾ നോക്കി നോക്കുക. മോസ്റ്റ്ലി 99% ആൾക്കാർക്കും ഈ സ്പീഡ് ഇഷ്യൂ വരുന്നത് ഇതുകൊണ്ടായിരിക്കും. ഫൈബർ യൂസറാണെങ്കിലും ഞാൻ പറഞ്ഞേട്ടാ. അപ്പോൾ നിങ്ങൾ ഈ യെല്ലോ കേബിളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കുറച്ച് നമ്മുടെ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പുറത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാൻ ശ്രമിക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കേബിള്. ഇത് കണ്ടു ഓൾറെഡി ഇവിടെ കുറച്ച് ബെൻഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് വലിയവും അതുപോലെ കുറച്ച് ഇതിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ട് ഇങ്ങനെ കുളിഞ്ഞിട്ട് കുറച്ച് വലിഞ്ഞിട്ട് നമ്മുടെ കേബിളിന് കുറച്ച് ഡാമേജൊക്കെ വന്നിട്ട്, പക്ഷേ ഇങ്ങനെയൊക്കെ ഡാമേജൊക്കെ വന്നത് അപ്പോൾ നിൽക്കും. അപ്പോൾ നമ്മുടെ ഈ ഡാറ്റ ട്രാൻസ്ഫർ നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ കേബിളിൻ്റെ പ്രോബ്ലം ഇതാണ്. വളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ മടക്കി പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നെറ്റ് കിട്ടാണ്ടാവും. ഞാൻ ഇപ്പോൾ എന്തായാലും മടക്കാനില്ല. മടക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ റെഡ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു നിങ്ങൾ കണ്ടിരിക്കുന്നത് നമ്മളിവിടെ വർക്ക് ഫ്രം ഹോം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ബെൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ബെൻഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ബെൻഡ് ചെയ്ത് മടക്കി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ PO1 റെഡ് ആവുമെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു നമ്മുടെ ഈ BSNL മാത്രമല്ല നമ്മുടെ
ഇതിൽ വരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് നമ്മുടെ BSNL മാത്രമല്ല എല്ലാ ഫൈബർ കണക്ഷനിലും ഇത് വരുന്ന ഒരു മെയിൻ പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു ഡ്രോബാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഈ വയറൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് മടങ്ങാൻ പറ്റാത്ത ടൈപ്പൊക്കെ ഒരു സ്റ്റൈലാണെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഇത് ചിലപ്പോൾ ഭയങ്കര തിൻ വയറാണ്. ശരിക്കും നമുക്ക് ഒരു മേശയിലൊക്കെ വെച്ച് വലിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ സംഭവം ബെൻഡാവും, അത്രയ്ക്ക് തിൻ വയറാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം വന്നപ്പോൾ ഞാൻ LCക്കാർ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കണം തന്നെ. എന്ന് വെച്ചാൽ ഇതിൻ്റെ സംഭവത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു. ഞാൻ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ പുറത്തേക്കൊക്കെ ആക്കി മാറ്റി വെച്ചാണ് വയറിങ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇങ്ങനെ വയർ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കി, അല്ലെങ്കിൽ ഇത് കാണില്ല. അപ്പോൾ ശരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ CPU നമ്മുടെ PC-യുടെ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ ഇവിടെ പ്രിൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം ഇത് കാണാറില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാട്ടോ. അപ്പോൾ മെയിൻ പ്രോബ്ലം ആണ്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്നപ്പോൾ വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ബാറ്ററി ക്ലിയർ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാൻ കേട്ടോ. ബാറ്ററി ബ്ലിങ്ക് ചെയ്ത് തുടങ്ങിയിട്ട് എപ്പോൾ വേണമെങ്കിൽ ഡിസ്കണക്ട് ആവാം, അല്ല ഓഫ് ആവും ക്യാമറ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഒന്ന് ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. കട്ടായി.